Here we discuss about the difference between capitalism, socialism and mixed economy. We compare capitalism, socialism and mixed economy on the basis of different criteria. First one, ownership of property. In a capitalist economy, ownership is private. In a socialist economy, ownership is public. In a mixed economy, both public and private ownership. Second basis is price determination. The prices are determined by market forces of demand and supply in a capitalist economy. In a socialist economy, prices are determined by central planning authority. In a mixed economy, prices are determined by central planning authority and demand and supply. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ പറഞ്ഞത് ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടിയുടെ ബേസിലും പ്രൈസ് ഡിറ്റർമിനേഷൻ്റെ ബേസിലും എങ്ങനെയാണ് ക്യാപിറ്റലിസവും സോഷ്യലിസവും മിക്സഡ് ഇക്കോണമിയും ഡിഫറെൻ്റ് ആയിരിക്കുന്നത്. ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടിയിൽ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്ന് പറയുന്നത് പ്രൈവറ്റ് ഓണർഷിപ്പിനെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതേസമയം സോഷ്യലിസ്റ്റ് ഇക്കോണമിയിൽ പബ്ലിക്കിൻ്റെ ഓണർഷിപ്പിനെയാണ് ഇമ്പോർട്ടൻറ്റ്. മിക്സഡ് ഇക്കോണമിയിൽ പബ്ലിക് സെക്ടറും ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ പ്രൈസ് ഡിറ്റർമിനേഷൻ ചെയ്യുന്നത് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സ് ആണ്. സോഷ്യലിസ്റ്റ് ഇക്കോണമിയിൽ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റിയാണ്. മിക്സഡ് ഇക്കോണമിയിൽ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റിയും അതുപോലെ തന്നെ മാർക്കറ്റ് ഫോഴ്സസും ഡിമാൻഡും സപ്ലൈയും കൂടെ ചേർന്നാണ്. നെക്സ്റ്റ് ബേസ് എന്ന് പറയുന്നത് മോട്ടീവ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ മോട്ടീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. അതേസമയം സോഷ്യലിസ്റ്റ് ഇക്കോണമിയിൽ മോട്ടീവ് എന്ന് പറയുന്നത് സോഷ്യൽ വെൽഫെയറും മിക്സഡ് ഇക്കോണമിയിൽ പ്രോഫിറ്റ് മോട്ടീവും ആണ്, അതേപോലെ തന്നെ വെൽഫെയറും ആണ്. പ്രോഫിറ്റ് മോട്ടീവ് എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടറിൻ്റെ എയിമും അതുപോലെ തന്നെ വെൽഫെയർ മോട്ടീവ് എന്ന് പറയുന്നത് പബ്ലിക് സെക്ടറിൻ്റെ എയിമുമാണ്. അപ്പം മിക്സഡ് ഇക്കോണമി ഇസ് ദ മിക്സ് ഓഫ് ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ പ്രോഫിറ്റ് മോട്ടീവും ഉണ്ടാവും, വെൽഫെയർ മോട്ടീവും ഉണ്ടാവും. നെക്സ്റ്റ് ബേസിസ് റോൾ ഓഫ് ഗവൺമെൻറ് ആണ്. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ ദർ ഈസ് നോ റോൾ ഓഫ് ഗവൺമെൻറ്, ഗവൺമെൻറ്റിന് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ദെൻ സോഷ്യലിസ്റ്റ് ഇക്കോണമിയിൽ കംപ്ലീറ്റ് റോൾ ഓഫ് ഗവൺമെൻറ്, കംപ്ലീറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ഗവൺമെൻറ് ആണ്. ദെൻ മിക്സഡ് ഇക്കോണമി ഫുൾ റോൾ ഇൻ ദ പബ്ലിക് സെക്ടർ ആൻഡ് ലിമിറ്റഡ് റോൾ ഇൻ ദ പ്രൈവറ്റ് സെക്ടർ. ഫുൾ റോൾ പബ്ലിക് സെക്ടറിനെയും അതുപോലെ തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റോള് പ്രൈവറ്റ് സെക്ടറിനെയാണ്. നെക്സ്റ്റ് സ്ലൈഡ് എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ്റെ ബേസിൽ എങ്ങനെയാണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി, സോഷ്യലിസ്റ്റ് ഇക്കോണമി, മിക്സഡ് ഇക്കോണമി. ഓൺ ദ ബേസ് ഓഫ് കോമ്പറ്റീഷൻ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ കോമ്പറ്റീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം സോഷ്യലിസ്റ്റ് ഇക്കോണമിയിൽ ദർ ഈസ് നോ കോമ്പറ്റീഷൻ. മിക്സഡ് ഇക്കോണമി എക്സിസ്റ്റ് ഓൺലി ഇൻ ദ പ്രൈവറ്റ് സെക്ടർ. കോമ്പറ്റീഷൻ എക്സിസ്റ്റ് ഓൺലി ഇൻ ദി പ്രൈവറ്റ് സെക്ടർ. അപ്പോൾ കോമ്പറ്റീഷൻ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ കോമ്പറ്റീഷൻ ഉണ്ട്. ദെൻ ദർ ഈസ് നോ കോമ്പറ്റീഷൻ ഇൻ എ സോഷ്യലിസ്റ്റ് ഇക്കോണമി. മിക്സഡ് ഇക്കോണമി കോമ്പറ്റീഷൻ എക്സിസ്റ്റ് ഇൻ ദി പ്രൈവറ്റ് സെക്ടർ. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. Capitalist economy distribution is very unequal. In socialist economy distribution of income is equal. In the mixed economy there is some inequalities exist in the economy. ഈ ഒരു സ്ലൈഡിൽ നമ്മൾ രണ്ട് ബേസ് ആണ് പറഞ്ഞത്, ഒന്ന് കോമ്പറ്റീഷനും ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകവും. കോമ്പറ്റീഷൻ്റെ കേസിൽ പറഞ്ഞു ക്യാപിറ്റലിസത്തിൽ കോമ്പറ്റീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദർ ഈസ് നോ കോമ്പറ്റീഷൻ ഇൻ സോഷ്യലിസ്റ്റ് ഇക്കോണമി. മിക്സഡ് ഇക്കോണമിയിലെ കോമ്പറ്റീഷൻ പ്രൈവറ്റ് സെക്ടറിൽ മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇൻകത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ആണെങ്കിൽ അവിടെ അൺഈക്വൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. സോഷ്യലിസത്തിൽ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ദെൻ മിക്സഡ് ഇക്കോണമിയിൽ സം കൈൻഡ് ഓഫ് ഇൻഇക്വാലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയാണ് നമ്മുടെ ഈ ഒരു കമ്പാരിസൺ നമുക്കിവിടെ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.